ജയമെടുക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. പ്രാർത്ഥിക്കാൻ നിത്യനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്ത് അങ്ങേ മുഖത്തുപെടുത്തുന്നു. ഒരു പുതിയ ദിനം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകിയല്ലോ. അങ്ങയുടെ സന്നിധാനത്തിൽ പ്രഭാതത്തിൽ കടന്നു വന്ന് അങ്ങയെ സ്തുതിപ്പാൻ, മുഖത്തുപെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ ഇവിടെ ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദൈവമേ ഞങ്ങളെ സൂക്ഷിച്ചു. ഒരു പുതിയ മാസത്തിൽ പ്രവേശിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാനൊക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്ത് ഓർത്ത് സ്തോത്രം. ഇന്ന് പകൽവേള അങ്ങയുടെ സന്നിധാനം ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത് ദൈവനാമത്തിന് മഹത്വത്തോടെ ഞങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി തൃക്കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദേഹത്തെ, ദേഹി ആത്മാവിനെ സമസ്തം സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരും പകരണമേ. ആത്മനിറവിൽ അങ്ങേ ആരാധിക്കാൻ തടസ്സമായി ഞങ്ങൾ ഒന്നും ഉണ്ടാകുവാൻ ഇടയാക്കല്ലേ. കർത്താവേ, ഞങ്ങളുടെ സംസാരത്തിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, ഞങ്ങളുടെ നിരൂപണങ്ങൾ, ഇടപാടുകൾ, നോട്ടത്തിൽ, ഭാവത്തിലൊക്കെ വന്നുപോയ സകല ക്രോശങ്ങളും ക്ഷമിക്കണമേ. പുത്രന്റെ രക്തത്താൽ ഇന്ന് രാവിലെ സമയം ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങയോടടുത്ത് വരുവാൻ തക്കവണ്ണം ഞങ്ങൾ യോഗ്യതയുള്ളവരാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. യാത്രയെല്ലാം കൂടിരുന്നല്ലോ. ആപത്തനർത്ഥം നിന്ന് വിടുവിച്ച് സൂക്ഷിച്ചനായി സ്തോത്രം. കടന്നുവരുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. വഴിമധ്യേ ദൈവം കൂടുതൽ സഹായിക്കും. വാഹനങ്ങളെ നിയന്ത്രിക്കണം. യാതൊരു പ്രയാസവും കൂടാ ക്ഷേമത്തോടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ ദൈവം ഇന്ന് പകൽവേള കൃപ ചെയ്യണം. കടന്നു വരാൻ ആഗ്രഹമുണ്ടായിട്ടും ആരെങ്കിലും കഴിവില്ലാതെ രോഗികളായോ ക്ഷീണിതരായ മറ്റു പ്രയാസങ്ങളോടെ ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അതിവേഗത്തിലോടുന്ന വചനം അയച്ച് അവിടെ ജനത്തെ സൗഖ്യമാക്കണം, വിടുവിക്കണം. അവരുടെ പ്രതിസന്ധികൾ നമ്മെ വിടുവിക്കണം. സമാധാനത്തോടെ, സന്തോഷത്തോടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് പിന്നെ അങ്ങേ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്യണം. ആ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഭരിച്ച് നിയന്ത്രിക്കും. സന്നിധാന ബോധത്തോടെ, ഏകാഗ്രതയോടും ഭയഭക്തിയോടും അങ്ങനെ സന്നിധാനത്തിലായി പടയാക്കണമേ. അങ്ങ് സ്തുതിക്ക് യോഗ്യനാകിയാൽ, ആരാധനയ്ക്ക് യോഗ്യനാകിയാൽ, സകല ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും സ്തോത്രത്തിന് യോഗ്യനാകിയാൽ കർത്താവേ, അങ്ങേ നന്ദിയോടെ ആരാധിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കും. അവിടുത്തെ വിലയേറിയ മേശ ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ. വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ ഇതിൽ പങ്കുകാരായി തീരുവാൻ തക്കവണ്ണം ദൈവകൃപ ചെയ്യും. അതിനുവേണ്ടി ഞങ്ങളെ ഇവരൊക്കെ ശുദ്ധീകരിക്കണം. ഗാന ശുശ്രൂഷ നേതൃത്വം ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ആത്മനിറവിൽ പാടുവാൻ, ചേർന്ന് പാടി ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ, മുഖത്തപ്പെടുത്തുവാൻ കൃപ ചെയ്യും. പ്രാർത്ഥനാട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്രഗീതങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ ഞാൻ യഹോവയെ എല്ലാ നാളിലും തൻ സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട് എന്നുള്ള പാടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട്. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരായി തീരും. ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരായി തീരും. ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മാനസം പ്രിയനിൽ ആനന്ദിക്കുന്നു. യാഗ് നല്ലവേ അതെ ആസ്വദിച്ചറിയും. തന്നിൽ ആശ്രയിച്ചിടുന്നു ഭാഗ്യമേറിയോ. യാഗ് നല്ലവേ അതെ ആസ്വദിച്ചറിയും. തന്നിൽ ആശ്രയിച്ചിടും ദൗർഭാഗ്യമേറിയോ. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു.
നീതിമാന്മാരിൽ അപേക്ഷ കേട്ടിടും നീ ദൈവം കഷ്ടതയിലുറ്റ സഖി ഉദ്ധരിക്കുന്നു നീതിമാന്മാരിൽ അപേക്ഷ കേട്ടിടും നീ ദൈവം കഷ്ടതയിലുറ്റ സഖി ഉദ്ധരിക്കുന്നു എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു മാനസം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം ദുഃഖിതർക്കാശ്വാസമേകാൻ കൂടെയുണ്ടെന്നോ മാനസം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം ദുഃഖിതർക്കാശ്വാസമേകാൻ കൂടെയുണ്ടെന്നോ എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു നീതിമാന്മാരിൽ അനർത്ഥമേറി വന്നാലും നീക്കുമൊക്കു നൽകിടും നീ നിത്യനാം ദൈവം നീതിമാന്മാരിൽ അനർത്ഥമേറി വന്നാലും നീക്കുമൊക്കു നൽകിടും നീ നിത്യനാം ദൈവം എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല എന്റെ ദൈവം എന്റെ ആശ്രയം അതെത്രയുത്തമം ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല എന്റെ ദൈവം എന്റെ ആശ്രയം അതെത്രയുത്തമം എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു മനസ്സം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം ദുഃഖിതർക്കാശ്വാസമേകാൻ കൂടെയുണ്ടെന്നോ മനസ്സം തകർന്നവർക്കു രക്ഷ നൽകും ദുഃഖിതർക്കാശ്വാസമേകാൻ കൂടെയുണ്ടെന്നോ എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു നീതിമാന്മാരിൽ അനർത്ഥമേറി വന്നാലും നീക്കുമൊക്കു നൽകിടും നീ നിത്യനാം ദൈവം നീതിമാന്മാരിൽ അനർത്ഥമേറി വന്നാലും നീക്കുമൊക്കു നൽകിടും നീ നിത്യനാം ദൈവം എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു ലോകത്തിൻ പ്രഭുക്കളിൽ ഞാൻ ആശ്രയം വയ്ക്കില്ല എന്റെ ദൈവം എന്റെ ആശ്രയം അതെത്രയുത്തമം ലോകത്തിൻ
പ്രശംസിച്ചിടുന്നു എന്റെ ഉള്ളം യാവിൽ പ്രശംസിച്ചിടുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു Thank you, Jesus. Praise you, Lord Jesus. Hallelujah. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വീണ്ടും ദൈവസന്നിധാനത്തിൽ വണക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയും കർത്തൃപാദാന്തികയെ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ രക്ഷാകർത്താവായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
നമ്മൾ ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. പിതാവിൻ്റെ സന്നിൽ മുട്ടുമടക്കുവാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു പ്രാവശ്യം കൂടെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. പ്രതിസന്ധികൾ, ഭാരങ്ങൾ, വേദനകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന സന്ദർഭങ്ങളിൽ തളർന്നു പോകാതെ, തകർന്നു പോകാതെ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മെ പരിപാലിച്ച് ദൈവം നമ്മെ സൂക്ഷിച്ച് ഇതയോളം നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർത്ത് നന്ദിയോടെ ദൈവത്തെ ആരാധിപ്പാനിടയാകട്ടെ. നന്ദിയോടെ നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ട് പാടുമെന്ന സംഗീതക്കാരോട് ചേർന്ന് പറയുവാൻ ഇന്ന് പകൽവേള നമുക്കിടയായി തീരട്ടെ. ദൈവം ചെയ്ത സകല നന്മകളും, ദൈവം ചെയ്ത സകല ഉപകാരങ്ങളും ഓർത്ത് ദൈവത്തിന് പാടുവാൻ, ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകൽവേള ദൈവം നമുക്ക് പിന്നെ ഇടയാക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന സമയം വരെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം നമ്മെ ശുദ്ധീകരിച്ച് ദൈവകൃപയിൽ നമ്മെ സൂക്ഷിക്കേണ്ടതിനായി കർത്താവിൻ്റെ വിലയേറുമേശ്വരൻ നമ്മുടെ മധ്യമുണ്ട്. വളരെ പ്രാഗൽഭ്യത്തോടു കൂടുതൽ പങ്കുകാരായി തീരുവാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി കർത്താവിൻ്റെ മേശയിൽ പങ്കുകാരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കണം. സ്തോത്രം, സ്തോത്രം. ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമ്മെ തന്നെ പകൽവേള ശോധന ചെയ്ത് നമ്മെ തന്നെ പരിശോധിച്ച് ദൈവസന്നിധാനത്തിലായിരിക്കാൻ കർത്താവിൻ്റെ മേശയിൽ പങ്കാരായി തീരുവാൻ അനുഗ്രഹിക്കപ്പെടുകയാകണം. ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിയോഗത്തിലുമായിരിപ്പടയാകണം. ദൈവങ്ങളിൽ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി തുറന്നു നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ഈ പകൽക്കാലം കർത്താവേ ദൈവമേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഈ ആരാധനയിൽ വന്ന് കൂടാനും കർത്താവെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തന്നെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ആരാധനയിലേക്ക് കർത്താവെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിൻ്റെ സാന്നിധ്യം അവിടെ കൂടെ ഉണ്ടാകണമേ. സമയത്ത് കർത്താവെ ഇവിടെ വന്നു ചേരാനും കർത്താവെ ഒന്നിച്ച് ആരാധിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരേത് സാഹചര്യം ആയിക്കോട്ടെ കർത്താവെ ദൈവമേ അവരെ കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച കർത്താവെ അവരെല്ലാവരും കൂടി വന്ന് ഞങ്ങൾക്ക് സന്തോഷത്തോടെ ആരാധിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം ഈ ഹാളിൽ കർത്താവെ ദൈവം ഞങ്ങൾ വന്ന് കൂടുമ്പോൾ കർത്താവെ നിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെല്ലാവരും കർത്താവെ നിറയാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹാളിൻ്റെ ഫ്രണ്ട് സൈഡ് മുതൽ കർത്താവെ ഏറ്റവും ബാക്കി ഇരിക്കുന്ന ആൾ വരെ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറയാനും കർത്താവെ സന്തോഷത്തോടെ ആരാധിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവെ ദൈവമേ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ അങ്ങ് രാജാതി രാജാവായി ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിൽ കർത്താവെ അങ്ങ് പൂർണ്ണമായി നിറയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ ചിന്തിക്കുന്നത്, ഞങ്ങൾ കേൾക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത് എല്ലാം കർത്താവെ ദൈവമേ നിൻ്റെ ഹിതപ്രകാരം മാത്രമേ ആവാവൂ എന്ന് ഞങ്ങൾ കർത്താവെ പൂർണ്ണമായി സമർപ്പിച്ചു വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ഞങ്ങൾക്കൊരു അനുഗ്രഹമായി മാറണമേ. കർത്താവെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരിലൂടെ കർത്താവെ അങ്ങ് കർത്താവെ ദൈവമേ നയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയ കർത്താവെ അന്നുള്ള വചനം കർത്താവെ ദൈവമേ തൻ്റെ ദാസനിലൂടെ കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ കർത്തൃമേശയിൽ നിന്ന് ഞങ്ങൾക്ക് സന്തോഷത്തോടെ പങ്കാളികളാവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ കർത്താവെ ഏറ്റു പറഞ്ഞ് കർത്താവെ ദൈവമേ സന്തോഷത്തോടെ അതിൽ പങ്കാളികളാവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് നല്ല ടെസ്റ്റിമണി തരണമേ. കർത്താവെ ഇന്നത്തെ ആരാധന കർത്താവ് ഒരു അനുഗ്രഹമായി മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലവും നിന്റെ കരങ്ങളെ കേൾപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 45-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മുഖത്തപ്പെടുത്താം. 45-ാം സങ്കീർത്തനം, സാം നമ്പർ 45.
45 സങ്കീർത്തനം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ സുന്ദരൻ, ലാവണ്യം നിന്റെ അതിരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരയ്ക്ക് കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യവും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായ വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. വസ്ത്രമെല്ലാം മൂറും ചന്ദ്രവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീ രക്തങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തു ഭാഗത്തെ രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രകാശം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളുടെ ചിത്രത്തിനുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധി കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ ചേർന്ന് പാടാം. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. സ്തോത്രം. ഇത് രാവിലെ സമയം ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് സ്തോത്രം, ദൈവത്തെ ആരാധിപ്പാൻ, മുഖത്തുപെടുത്തുവാൻ, ഹൃദയത്തിൽ ശുഭവചനം നിറയുവാൻ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ പാട്ട്, നമ്മുടെ ചിന്തകളെല്ലാം ദൈവത്തിന് വേണ്ടിയുള്ളതായി തീരുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് രാവിലെ സമയം സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഹല്ലേലൂയ നമ്മെ ഇഷ്ടപ്പെടുവാൻ, നമ്മെ താല്പര്യപ്പെടുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ അവന് വേണ്ടി തന്നെ നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്നുവരെയും ഈ നിമിഷം വരെയും ദൈവം ചെയ്ത സകല നന്മകളും, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നമ്മെ നിലനിർത്തിയതോർത്ത്, ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഹല്ലേലൂയ. അർഹതയില്ലാത്ത നന്മകളും അർഹതയില്ലാത്ത ഹല്ലേലൂയ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മെ മാനിച്ച നമ്മുടെ ദൈവത്തെ നന്ദിയുടെ ഹൃദയത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനം നമ്മെ തെരഞ്ഞെടുത്ത് അവനെ മണവാട്ടിയാക്കി അവന് വേണ്ടി നമ്മെ നിലനിർത്തിയിരിക്കുന്ന ദൈവസ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒന്നുമില്ലായ്മയിൽ നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നു. സ്തോത്രം. അല്ലെ, നമുക്ക് വേണ്ടതെല്ലാം നൽകി, അന്റെ വസ്ത്രാദ്യ നന്മകളെല്ലാം നൽകി, ആയുസ്സും ആരോഗ്യം നൽകി, ദൈവകൃപ നമ്മിൽ പകർന്നു, തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കി നമ്മെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ നമ്മുടെ ദൈവത്തെ പാടി ആരാധിക്കാം. ഒന്നുമില്ലായ്മയിൽ നീ തന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. ചേർന്ന് പാടി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സമർപ്പണത്തോടെ പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാമല്ലോ. സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നോടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ നിന്മ
സ്തുതിച്ചിടുമെന്നു നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൽ വാളമൂടിയതും നന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. Oh, hallelujah, praise the Lord. മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു മോചനം വീണ്ടും ജനനവും നിജപാപികളിൽ വസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗ്ഗാനുഗ്രഹങ്ങളും നിൻ മഹാ
ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നൊരു പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. ശക്തമായി കരങ്ങളെ അടിച്ച് ശബ്ദം ഉയർത്തി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലോ, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലോ, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്റെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ
ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ.
Thank you, Jesus. Praise you, Jesus. പ്രിയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. പുത്രന്റെ നാമത്തിൽ ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളുടെ തലകളെ വണക്കുവാൻ, അങ്ങേ മുഖത്തപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ അവിടെ ഞങ്ങൾക്കൊരു അവസരം കൂടെ നൽകിയത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ സന്നിധാനത്തിൽ ഞങ്ങൾ കഴിച്ച അപേക്ഷകളൊക്കെ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾ ഇന്ന് വരെ നടത്തിയല്ലോ. ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ ബലപ്പെടുത്തിയനായി സ്തോത്രം. നല്ല സംഗീതം ഞങ്ങൾക്ക് നൽകിയനായി സ്തോത്രം. ഞങ്ങളുടെ ഇവിടമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി വിടുതലായി ഭവിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകേണ്ടയാക്കും. ഇളവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഗാനശുകൾ നേതൃത്വം ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ബലപ്പെടുത്തിയല്ലോ. തുറന്നും ശക്തീകരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയിൽ മുഹൂർത്തപ്പെടുമാറാകട്ടെ. കർത്തൃവാദാന്തികെ ഒരു പ്രാവശ്യം കൂടെ കടന്നു നമ്മുടെ കർത്താവിനെ മുഹൂർത്തപ്പെടുത്തുവാനും നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് അവസരം നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേക പ്രിയ കർത്താവിൻ്റെ ദാസൻ കുഞ്ഞൻ പാസ്റ്റർ, മറ്റേവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട കൗൺസിൽ അത് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ എൽഡേഴ്സായ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവത്തെ മുഖത്തപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. ഇന്ന് പകൽവേള നാം കടന്നു വന്ന നമ്മുടെ ജീവിതത്തിൽ ഏവർക്കും അനുഗ്രഹമായി ഭവിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ഇന്ന് രാവിലെ സമയമുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരട്ടെ. കഴിഞ്ഞ രാത്രി വേളയിലും ദിവസനിധാനത്തിൽ നമുക്കൊരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനൊക്കെ ദൈവം അവസരം ഒരുക്കി. തുടർന്നുള്ള നമ്മുടെ കൂട്ടായ്മകളും ഇന്ന് പകൽ വേളയിലെ ആരാധനകളും എല്ലാം ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം തീർക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഏവർക്കും ആയിരിക്കാമല്ലോ. ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പകർന്ന് നമ്മെ ക്ഷേമത്തോടെ കർത്താവ് വഴി നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ പ്രതിസന്ധികളും ഭാരങ്ങളും വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. അതിൻ്റെ നടുവിലെല്ലാം ദൈവം നമ്മെ ഭദ്രമായി സൂക്ഷിച്ചു. അനർത്ഥങ്ങളൊന്നും വ്യസനത്തിന് കാരണമായി തീരാതെ ദൈവം പരിപാലിച്ചു. സ്തോത്രം. നമ്മുടെ പ്രിയ ഭവനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ ദൈവം നമുക്ക് സഹായിച്ചു. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വാഹ നിശ്ചയ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. പ്രിയ അജീഷിൻ്റെ മാതാവിൻ്റെ ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞ ബുധനാഴ്ച നടക്കുവാനിടയായി. ശുശ്രൂഷകളൊക്കെ ദൈവം അനുഗ്രഹമാക്കി തീർത്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നമുക്ക് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. 45-ാം സങ്കീർത്തനമാണ് നാം വാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. കോരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമായിട്ട് ഈ സങ്കീർത്തനത്തെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്.
ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ രണ്ട് വിധത്തിൽ നമുക്കിതിനെ ഈ സങ്കീർത്തനത്തെ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ സങ്കീർത്തനം പ്രതിപാദിക്കുന്നത് കൊണ്ട് ഇതൊരു മെശിഹൈക സങ്കീർത്തനമായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തെ പഠിക്കുവാൻ ഒരു തലത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് രാജാവിൻ്റെ വിവാഹത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കൊണ്ട് ആ വിധത്തിലും നമുക്ക് ഇതിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ രാജാവിൻ്റെ വിവാഹം, രാജ്ഞിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ പ്രതികാൽ എടുത്തു ചിന്തിക്കത്തക്കമുള്ള രണ്ട് വാക്യങ്ങൾ. ഒന്നാമത്തെ വാക്യം, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖൻ്റെ എഴുത്തുകോലാകുന്നു എന്ന് പറയുന്നു. അതിനുശേഷമായിട്ട് 10-ാം വാക്യം വരുമ്പോൾ, അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. രാജാവിനെക്കുറിച്ചും രാജ്ഞിയെക്കുറിച്ചും അല്ലെങ്കിൽ മണവാളിനെക്കുറിച്ചും മണവാട്ടിയെക്കുറിച്ചും ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ രാജാവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടെ പറയുന്ന ഭാഗം ശ്രദ്ധിക്കണം. രാജാവിൻ്റെ മഹത്വവും അവൻ്റെ ശക്തിയെയും കുറിച്ച് അവിടെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരന്മേൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരക്കി കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായ വാഹനം എഴുന്നള്ളും. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങൾ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടാണ് രാജ്ഞിയോട് പറയുന്ന, അല്ലെങ്കിൽ മണവാട്ടിയോട് പറയുന്ന ചില കാര്യങ്ങൾ അവിടെ വായിക്കണം. ഈ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞു വരുന്നത് ശുഭകരമായ വാർത്തകളാണ്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന്, മനോഹരമായ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞു വരും. സ്തോത്രം. അത് എൻ്റെ കൃതി അത് രാജാവിന് വേണ്ടി ഉള്ളത് എന്ന് ഞാൻ പറയുന്നു. അവിടെ ഹൃദയത്തെക്കുറിച്ച്, നാവിനെക്കുറിച്ച് ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്നു, തൂലികയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പ്രയത്നങ്ങൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ സംസാരം, എൻ്റെ ചിന്ത, ഇതെല്ലാം എൻ്റെ രാജാവിന് വേണ്ടി ഉള്ളത് എന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. എൻ്റെ ഹൃദയം, എൻ്റെ ഹല്ലേലൂയ പ്രവൃത്തി, എൻ്റെ സ്തോത്രം നാവ്, ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? രാജാവിന് വേണ്ടി. ഇന്ന് രാവിലെ സമയം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് നമ്മുടെ രാജാവിനെ കുറിച്ചുള്ളതാണോ? നമ്മുടെ ആത്മ മണവാളനായ കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണോ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നത്? അവരുമായിട്ടുള്ള ബന്ധമാണോ നമുക്ക് ഏറ്റവും അധികം ഉള്ളതെന്ന് ഇന്ന് രാവിലെ സമയം നാം ചിന്തിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞു വരുന്നത് എന്താണ്? സ്തോത്രം. എന്ന് രാവിലെ സമയം ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞു വരുന്നത്, തിരുവചനം വായിക്കുന്ന ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അകത്തിരിക്കുന്നത് എന്താണെന്ന് നമ്മുടെ വാക്കിൽ കൂടെ വെളിപ്പെടുത്തുന്നു എന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വാക്കിൽ കൂടെ വെളിപ്പെട്ടു വരുന്നത്, ഹൃദയത്തിലിരിക്കുന്നത് നാം എന്താണെന്ന് ഇന്ന് രാവിലെ പരിശോധന ചെയ്യണം. സ്തോത്രം. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, ഞാൻ എഴുതുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ രാജാവായ എൻ്റെ കർത്താവിന് വേണ്ടിയുള്ളതാണ്. സ്തോത്രം. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകൊല. എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്, സ്തോത്രം, അത് സമർത്ഥനായ ലേഖകൻ്റെ
എഴുത്തുകോലാണ് എന്ന് പറഞ്ഞാൽ ആ എഴുതി വയ്ക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, സ്തോത്രം, സമർത്ഥനായ ഒരു എഴുത്തുകാരൻ എങ്ങനെ അദ്ദേഹം വർണ്ണന നടത്തുന്നുവോ, എങ്ങനെ പ്രകീർത്തിക്കുന്നുവോ, അതുപോലെയാണ് എൻ്റെ നാവും എന്ന് ഇവിടെ പറയുകയാണ്. ഈ രാവിലെ സമയം ഒന്ന് ചിന്തിച്ചേ. നമ്മൾ കഴിഞ്ഞ നിമിഷം വരെ സംസാരിച്ച കാര്യങ്ങൾ, സ്തോത്രം, കഴിഞ്ഞ നിമിഷം വരെ നാം എഴുതിയ കാര്യങ്ങൾ, കഴിഞ്ഞ നിമിഷം വരെ നാം ചിന്തിച്ച കാര്യങ്ങൾ, കഴിഞ്ഞ നിമിഷം വരെ നാം പ്രവർത്തിച്ച കാര്യങ്ങൾ ആർക്കു വേണ്ടിയുള്ളതാണ്? അത് നമ്മുടെ ദൈവത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ളത് അല്ലാതെ ആയിരുന്നെങ്കിൽ, ഇന്ന് രാവിലെ സമയം നമ്മളതിനൊരു മാറ്റം വരുത്തണം, അതിനൊരു ചേഞ്ച് വരുത്തണം. എപ്പോഴും എൻ്റെ കാര്യങ്ങളാണോ ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ചുള്ള കാര്യമാണോ ഞാൻ സംസാരിക്കുന്നത്? എപ്പോഴും എന്നെക്കുറിച്ചുള്ളതാണോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്തോത്രം. അതോ എപ്പോഴും ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയത്ത് ഒരു തീരുമാനത്തോടെ മടങ്ങി പോകണം. അതേ കർത്താവേ, ഇന്നു മുതൽ ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് എൻ്റെ പ്രവൃത്തി, എൻ്റെ ചിന്ത, എൻ്റെ സംസാരം എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ളതായി തീരത്തക്കവണ്ണം എനിക്ക് കൃപ നൽകണമേ, അതിനൊരു മാറ്റം വരുത്തണമേ, ഒരു ചേഞ്ച് എനിക്ക് തരണമേ എന്ന് ഇന്ന് രാവിലെ സമയം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. സ്തോത്രം. ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ ഈ രാജാവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ കൂട്ടുകാരെക്കാൾ സന്തോഷം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സുഹൃത്തുക്കളെക്കാൾ, നമ്മുടെ സ്നേഹിതരെക്കാൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെക്കാൾ നാം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ കാരണം, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കട്ടെ. അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കണമെങ്കിൽ, ദൈവം നമുക്ക് ആനന്ദം നൽകണം, സന്തോഷം നൽകണമെങ്കിൽ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് ശോധന ചെയ്യണം. 10ാം വാക്യം, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ദൈവം നമ്മുടെ സൗന്ദര്യം ആഗ്രഹിക്കണമെങ്കിൽ, നമ്മെ ദൈവം താല്പര്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുകയും രാജാവിന് വേണ്ടി ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യണം. അവൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം, അവനെ നോക്കുവാൻ നമ്മൾ തയ്യാറാകണം, ചെവി അവങ്കിലേക്ക് ചായ്ക്കുവാൻ, അവൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം, പഴയതെല്ലാം വിട്ടുകളയാൻ തയ്യാറാകണം. അവിടെ പറയുന്ന മണവാട്ടിയോടെ പറഞ്ഞ് ശ്രദ്ധിക്കുക, കേൾക്കുക, നോക്കുക, ശ്രദ്ധിക്കുക, ചെവി ചായ്ക്കുക. നീ ആരെ നോക്കണ്ട? നമ്മൾ ആരെ നോക്കണ്ടത്? നമ്മുടെ ആത്മമണവാളനായ കർത്താവിനെ നോക്കണം. ആർക്ക് ചെവി കൊടുക്കണം? സ്തോത്രം, നമ്മുടെ ആത്മമണവാളന്റെ ശബ്ദം കേൾക്കാൻ, അവൻ എന്താണ് പറയുന്നത് കേൾക്കുവാൻ നമ്മൾ ചെവി ചായ്ക്കണം. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ദൈവത്തെ ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവിനെ ശ്രദ്ധിക്കണം. അങ്ങനെ ആയിത്തീർന്നാൽ നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ട്, നിന്റെ പഴയതെല്ലാം നീ ഒന്ന് വിട്ടുകളഞ്ഞാൽ, സ്തോത്രം, ഒരു പുതിയ അനുഭവത്തിലേക്ക് നീ കടന്നു വന്നാൽ, രാജാവിനെ നീ ഇഷ്ടപ്പെടാൻ തയ്യാറായാൽ, സ്തോത്രം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദൈവത്തോട് ചേരുവാൻ നീ തയ്യാറായാൽ, നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കാൻ നീ തയ്യാറായാൽ, സ്തോത്രം, അല്ലെങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ നിന്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ നീ തയ്യാറായാൽ, അപ്പോൾ രാജാവ് നിന്നെ ഇഷ്ടപ്പെടുമെന്ന്. ദൈവം നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മളെ മുഴുവനുമായി നമ്മുടെ ദൈവത്തിന് കൊടുക്കണം. സ്തോത്രം. നമ്മുടെ മുഴുവനുമായി നമ്മുടെ ദൈവത്തിന് നമ്മൾ കൊടുക്കണം. അല്ലയോ കുമാരി, മണവാട്ടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ, വേർതിരിക്കപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, ക്രിസ്തുവിനെ നമ്മൾ നോക്കണം. നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തുവിലേക്ക് നാം നോക്കണം. അവന്റെ ശബ്ദം കേൾക്കാൻ നമ്മുടെ കാത് കൂർപ്പിച്ചിരിക്കണം. നമ്മുടെ കർത്താവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. സ്തോത്രം.
അല്ലല്ലോ പഴയത് എന്ന് പറഞ്ഞാൽ ആ മണവാളനിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നത് എല്ലാറ്റിനോടും നമ്മൾ ഇവിടെ പറയണം. സ്വജനത്തെയും പിതൃഭവനത്തെയും. ചിലർ കല്യാണം കഴിഞ്ഞാലും പിന്നെ എന്തോ പിടിച്ചോണ്ടിരിക്കും. ഭാര്യമാരോട് ഇവിടെ പറയുന്നത് എങ്ങനെ? അവൻ സ്തോത്രം ഭർത്താവിനോട് പറയുന്നത് എന്താ? അവൻ എന്ത് ചെയ്യും? പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. സ്തോത്രം. സഹോദരിമാരോട് പറയുന്നു, മണവാട്ടിയോട് പറയുന്നു, നീ എന്ത് ചെയ്യണം? നിന്റെ മണവാളിനെ നീ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? പഴയതെല്ലാം വിട്ടുകളയും എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയും വിട്ട് കളഞ്ഞിട്ട് ചിലരുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അപ്പനെയും വേണ്ട അമ്മയും വേണ്ട. സ്തോത്രം. ചില സഹോദരന്മാരാണെങ്കിലും അപ്പൻ പറയുന്നതല്ലാതെ അമ്മ പറയുന്നതല്ലാതെ വേറൊന്നും കേൾക്കത്തില്ല. അതൊക്കെ പഴയതാ എന്ന് പറഞ്ഞാൽ അവരെ വിട്ടുകളയണമെന്നല്ല, ഇനി അവരുടെ നിയന്ത്രണത്തിലല്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മൊത്തം ഭാര്യ പറയുന്നത് പോലെ മാത്രം പോകണമെന്നല്ല, മൊത്തം ഭർത്താവ് പറയുന്ന പോലെ മാത്രം പോകണമെന്നല്ല, അപ്പനെയും അമ്മയും വിട്ടുകളയണമെന്നല്ല. സ്തോത്രം. എങ്കിലും ഇനി പഴയ ആലോചനയല്ല. സ്തോത്രം. നിങ്ങൾ രണ്ടുപേർ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പുതിയ അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് ഒരു സഹോദരനും സഹോദരിയും പ്രവേശിക്കുമ്പോൾ പിന്നെ അവർ തമ്മിലായിരിക്കണം ആലോചനകൾ. അവർ തമ്മിൽ സംസാരിക്കണം, അവർ തമ്മിൽ ചിന്തിക്കണം, പ്രവർത്തിക്കണം. സ്തോത്രം. ഇനി പഴയ അനുഭവങ്ങളിലേക്ക് പോകാൻ പാടില്ല. പഴയതെല്ലാം വിട്ടുകളയണം. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, അപ്പനെയും അമ്മയും വിട്ടുകളയണമെന്നല്ല. അപ്പനെയും അമ്മയും വിട്ടുകളയരുത്. അവർക്ക് ചെയ്യേണ്ട കടപ്പാടുകൾ, അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റിയേ മതിയാകൂ. സ്തോത്രം. ദൈവം അത് തന്നെ പറയുന്നു. നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിനും നിനക്ക് നന്മ വരേണ്ടതിനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അപ്പനെയും അമ്മയും വിട്ടുകളയാനല്ല പറഞ്ഞാൽ അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ കരുതണം. എങ്കിലേ ദൈവം നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും യാഗങ്ങളൊക്കെ സ്വീകരിക്കുകയുള്ളൂ. അപ്പനെയും അമ്മയും കളഞ്ഞിട്ട് പിന്നെ എല്ലാം മറ്റൊരു പുതിയ തലത്തിലേക്ക് മാറ്റപ്പെട്ടാൽ ഞാൻ ചിന്തിക്കുന്നത് അപ്പനെയും അമ്മയും നോക്കാത്തവരെ, അപ്പനെയും അമ്മയും കരുതാത്തവരെ പിന്നെ ദൈവം കരുതുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. സ്തോത്രം. നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, സ്തോത്രം, വിവാഹം കഴിയുന്നതോടുകൂടെ തീരുകയല്ല, പിന്നെയും ഉണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റാൻ തയ്യാറാകണം. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. നിന്റെ അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവിചായിക്കുക, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കാം. ഇപ്പോഴും അവരെ പിടിച്ചുകൊണ്ടിരുന്നാൽ, രാജാവിനെ സ്നേഹിക്കാതെ അവരെ പിടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ രാജാവിന് ഇഷ്ടം വരൂ? സഹോദരിമാരെ, ഇപ്പോഴും എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് മാത്രമാണ് ചിന്തയെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഇഷ്ടം വരൂ? സഹോദരന്മാരെ, ഇപ്പോഴും അപ്പനും അമ്മയും സഹോദരന്മാരും മാത്രം എന്ന് പറഞ്ഞിരുന്നാൽ ഭാര്യമാർക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇതെല്ലാം ബാലൻസ് ചെയ്തു പോകണം. നമ്മുടെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ബാലൻസ് ചെയ്യാതെ കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. സ്തോത്രം. പഴയതെല്ലാം വിട്ടുകളയണം. പഴയ ജീവിത രീതികൾ വിട്ടുകളയണം. സ്വഭാവത്തിന് മാറ്റം വരണം, ജീവിത രീതികൾക്ക് മാറ്റം വരണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ അനുഗ്രഹിക്കപ്പെട്ട തലത്തിലേക്ക് മാറ്റപ്പെടാൻ കഴിയും. പോകട്ടെ, ഞാൻ ആ ഭാഗത്ത് മടങ്ങി വരാം. നമ്മുടെ ആത്മമണാളനായ കർത്താവിന് വേണ്ടി, ആ കർത്താവിനെ കേൾക്കാൻ നമ്മൾ തയ്യാറായാൽ, അവനെ ശ്രദ്ധിച്ചു നോക്കാൻ നമ്മൾ തയ്യാറായാൽ, സ്തോത്രം, പഴയ അനുഭവത്തോട് വിട പറയാൻ തയ്യാറായാൽ രാജാവ് നമ്മെ ഇഷ്ടപ്പെടും. അവൻ നമ്മെ അംഗീകരിക്കും, അവൻ നമ്മെ ചേർത്തുകൊള്ളും. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? കൈവിടപ്പെട്ടു പോകും. സ്തോത്രം. പഴയ അനുഭവത്തിന് നമ്മൾ വിട്ട് കളഞ്ഞ് മുൻപോട്ട് പോകണം. സ്തോത്രം. ഇന്ന് രാവിലെ സമയം അങ്ങനെ തീരുമാനത്തോടെ മടങ്ങി പോവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അടുത്തതായിട്ട് അവസാന ഭാഗം വായിക്കുമ്പോൾ, ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും സ്തോത്രം. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ, സ്തോത്രം, എല്ലാ തലമുറകളും നിലനിൽക്കുന്ന, അവസാനത്തോളം നിലനിൽക്കുന്ന ഒരു നല്ല ഒരു തലം, നല്ലൊരു തലം, ആ തലത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുവാനിടയാകും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളും, നമ്മുടെ പേര് എല്ലാ കാലത്തും
നിലനിൽക്കത്തക്കവണ്ണം സ്തോത്രം. നമ്മുടെ ആത്മമണവാളനോടുള്ള ബന്ധം നമ്മൾ കാത്തു സൂക്ഷിച്ച് നമ്മുടെ കർത്താവിന് വേണ്ടി നോക്കി പാർക്കുവാൻ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകളെ ചുരുക്കുന്നു. തുടർന്ന് സാക്ഷ്യത്തിനായുള്ള സമയമാണ്. സമയങ്ങളെ വേഗത്തിൽ നമുക്ക് വിനിയോഗിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാരംഭത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് വാക്യം പ്രസ്താവിക്കും. ബ്രയാന ബിജു വർഗീസ് ലീഡ് ദ സെഷൻ. Praise the Lord. Ephesians 2 verse 10. For we are God's handiwork, created in Christ Jesus to do good works, which God prepared in advance for us to do. Amen. നമ്മുടെ തലകളെ വണക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിലും ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് ദൈവത്തെ മുഖത്തപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം സാവകാശം ഒരുക്കല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ സ്കൂൾ യാത്രകളൊക്കെ, ജീവിതയാത്രകളിൽ പഠന കാര്യങ്ങളൊക്കെ ദൈവം കൂടുതൽ സഹായിച്ചു. തുടർന്നുള്ള ദിവസങ്ങൾ ദൈവം അവരെ പരിപാലിച്ച് സൂക്ഷിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ രാവിലെ സമയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നല്ലോ. ഇന്ന് വരെ അവരെ സൂക്ഷിച്ച് അവരെ വഴി നടത്തിയത് ഓർത്ത് സ്തോത്രം. അവിടുത്തെ വിശ്വസ്തതകൾക്കായി നന്ദി പറയുന്നു. അവിടുത്തെ കൃപ പിന്നെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തി അവരെ അനുഗ്രഹിക്കണമേ. ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ പ്രയോജനമുള്ളവരായി, ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കും. പഠിപ്പാമേട്ട ജ്ഞാനം, ബുദ്ധി, ഓർമ്മ ശക്തിയൊക്കെ നൽകി അവരെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ പകർന്നതിനായി സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തിന്റെ നാമം ചൊല്ലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളെ ഏൽപ്പിച്ചവരുടെ രക്തത്താൽ മുദ്ര വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളണ്ടയാക്കണം. ദൈവനാമത്തിൽ മഹത്വം ഒരുമാറി ജീവിപ്പണ്ടയാക്കണം. കർത്താവേ, ബാലാഷ്ടപീഠകളും ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. നേരിടാമാകുന്ന എല്ലാ പ്രതിസന്ധികളും അവരെ വിടുവിക്കണം. രോഗദുഃഖങ്ങളിൽ നിന്നൊക്കെ അവരെ വിടുവിച്ച് സൂക്ഷിക്കണമേ. ആരോഗ്യത്തോടെ ബലത്തോടെ അവരെ പരിപാലിച്ചുകൊള്ളും. പ്രാർത്ഥനഘട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ. ഹല്ലേലൂയ. ആമേൻ. ബി സീറ്റഡ്. സാക്ഷ്യത്തിൽ പ്രസ്താവിക്കാം. Praise the Lord. I thank God for giving me this opportunity to stand and testify God's holy name. God has been good and gracious to me these past years. By God's grace, I was able to complete my BSc nursing course in Manipal. It is only by His grace and mercy that I was able to do it. If God willing, I'll be with my parents for a few months. Please keep me in your prayers. Amen. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും സഭയോടൊപ്പം ഒരുമിച്ച് ഇവിടെ കടന്നു വന്ന് വീണ്ടും ആരാധിപ്പാൻ തക്കോണം ദൈവം അവിടെ നിന്ന് അടിയന് തന്ന വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 6 മാസക്കാലം ഏകദേശം ഞങ്ങൾ കുടുംബമായിട്ട് നാട്ടിലായിരുന്നു. ദൈവം ഞങ്ങളുടെ പോക്കിലും വരവിലും എല്ലാം ദൈവിക സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ള ഞങ്ങളുടെ പേരൻസിനോടൊപ്പം അവിടെ ആയിരിക്കാൻ ദൈവം കൃപ നൽകി. ഏകദേശം ഒരു 10-12,000 കിലോമീറ്ററോളം ഞാൻ യാത്ര ചെയ്യുവാൻ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുവാൻ തക്കൊണ്ടിടയായി ഇതിനിടയിൽ സ്വതന്ത്രം. എന്നാൽ എല്ലാ സമയത്തും ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു അപകടവും ഉണ്ടാകാതെ ദൈവം കാത്തു പരിപാലിച്ചു. സ്തോത്രം. ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ
നമ്മുടെ സുഹൃത്തുക്കളോടും പാസ്റ്ററോടൊക്കെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരോടും പ്രത്യേകമായ നന്ദി പറയുന്നു. കുഞ്ഞുങ്ങൾ 3 പേരും മൂത്ത മോള് കുടുംബമായിട്ട് ന്യൂസിലൻഡിലായിരിക്കുന്നു, ക്ഷേമത്തോടെ ഇരിക്കുന്നു. രണ്ടാമത്തെ മോളും മൂന്നാമത്തെ മോളും ക്ഷേമത്തോടെ ആയിരിക്കുന്നു. അവരുടെ ഹൗസ് സർജൻസിയും അതുപോലെ ഇളയ മോളിലെ ആർക്കിടെക്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സോഫ്റ്റ്വെയർസൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപയോട് കൂടി ഇരിപ്പാൻ തക്കോണം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തിൽ താഴ്ന്നിരിക്കുന്നു. സ്തോത്രം. കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴ വില്ലാതിന്മേ. കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിയിടുമേ. ആഴലേറും ജീവിത മാരുവിൽ നീ താളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ. കർത്താവിൻ്റെ ധന്യമേറിയ പുനതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാന്യ കർത്താവിൻ്റെ ദാസനോടും ശ്രേഷ്ഠ ദൈവസഭയോടും ചേർന്ന് ദൈവസേനയിൽ ഒരിക്കൽ കൂടെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ച വലിയ വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വിസിറ്റിങ്ങിനായിട്ട് കടന്നു വന്നു. ഈ ദൈവസഭ വളരെ എന്നെ കരുതുകയും കൈക്കൊള്ളുകയൊക്കെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതിന് പ്രത്യേക നന്ദി പറയുന്നു. ഇവിടെ വന്ന് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വിശേഷാൽ ഈ തിരുവിരുന്ന് ശുശ്രൂഷയിലൊക്കെ പങ്കുകൊള്ളുകയും ചെയ്തത് എൻ്റെ ആത്മീയ ജീവിതത്തിനും പ്രത്യേക എൻ്റെ ഭൗതിക ജീവിതത്തിനും ഒക്കെ ഒരുപാട് അനുഗ്രഹമായിരുന്നു. ഈ സഭ എന്നോട് കാണിച്ച സ്നേഹത്തിന് വളരെ നന്ദി ആത്മാർത്ഥമായ ഹൃദയത്തോടെ പറയുകയാണ്. പ്രത്യേക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എന്നെ ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ എരുമേലിയുടെ പ്രദേശത്താണ് താമസിക്കുന്നത്, എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അവിടെ ശ്രീനിപുരം എന്ന് പറയുന്ന ഒരു വലിയൊരു കോളനി പ്രദേശമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ശ്രീനിവാസൻ മന്ത്രിയായിട്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലഭിച്ച ഒരു സ്ഥലമാണ്. ഞങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന്, ഞങ്ങളൊക്കെ പുറമ്പോക്കിലും മറ്റിടങ്ങളിലൊക്കെ താമസകരാണ്. അവിടുന്ന് കൊണ്ടുവന്ന് ഞങ്ങളെല്ലാം കോളനിയിലാക്കി. എൻ്റെ സ്വന്തം ദേശം അവിടെയാണ്. ഞാൻ അവിടെ തന്നെയാണ് വളർന്നത്. അവിടെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ആരാധന നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എരുമേലിയുടെ പ്രദേശങ്ങളിലും ഞങ്ങളുടെ ദേശത്തുമൊക്കെ മഴയുടെ കെടുതികളായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞങ്ങളുടെ ജനങ്ങളൊക്കെ കടന്നുപോയി. ഈ കഴിഞ്ഞ ബുധനും വ്യാഴവും ഞങ്ങൾ ഭവന സന്ദർശനം നടത്തുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവളും ഞങ്ങളുടെ സെക്രട്ടറിയും കുടുംബവും മറ്റു ചില പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ സഭയും കുടുംബങ്ങളിലും അതുപോലെ ദേശത്തെ ചില ഭവനങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ അതിനുശേഷം രാത്രി വന്ന് എൻ്റെ പ്രിയപ്പെട്ടവളെ വളരെ വേദനയോടെ എന്നെ വിളിക്കുവാനായിട്ടിടയിൽ തീർന്നു. ജോഷ, നമ്മുടെയൊക്കെ വീടുകളിൽ വലിയ ബുദ്ധിമുട്ടുകളാണ്. ചില ഭവനങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ അവർ വളരെ നിരാശയിലാണ്. എന്തിനേറെ പറയുന്നു, ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമുണ്ട്. പണിക്കും വേലയ്ക്കും പോകാൻ കഴിയുന്നില്ല. 5-6 ദിവസമായിട്ട് മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ജോഷാനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്യാമായിരുന്നു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ കഴിഞ്ഞ 2018 2020 വെള്ളപ്പൊക്കത്തിലും ഈ കൊറോണ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്കൊന്നുമില്ലെങ്കിൽ പോലും ദൈവം തന്ന നന്മയുടെ ഒരു പങ്ക് ഞങ്ങളങ്ങനെ ചില സഹായങ്ങളൊക്കെ ചെയ്യാനിടയായിട്ടുണ്ട് സഭയോടുള്ള ബന്ധത്തിൽ. അപ്പോൾ എനിക്കും വളരെ വിഷമമായി. ഞങ്ങളുടെ സഭയിലെ കുടുംബങ്ങളിൽ പോലും വളരെ വേദനയാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ദൈവസേനയിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട രാത്രി തന്നെ വിളിച്ചു പറഞ്ഞു, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചെഴുന്നേറ്റതിന് ശേഷം ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിൻ്റെ വചനം പറഞ്ഞ കരയുന്നവരുടെ കണ്ണുനീര് ഒപ്പുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസലോ. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് ചില വഴികൾ തുറക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇന്നലെ തന്നെ, ബുധനാഴ്ചയാണിത് പറയുന്നത്, ഇന്നലെ തന്നെ ഞങ്ങളുടെ സഭയിൽ 17 കുടുംബമാണ്. അപ്പോൾ 2 കുടുംബങ്ങൾ ഇപ്പോൾ അവിടെ ഇല്ല, അവർ ജോലിക്ക് പോയിരിക്കുകയാണ്. എന്നാൽ 15 കുടുംബങ്ങളുണ്ട്. അപ്പോൾ തന്നെ ദേശത്തെ ചില ഭവനങ്ങളുണ്ട്. ഒരു 5 കുടുംബങ്ങളെ കൂടെ കൂട്ടി ഒരു 20 കുടുംബങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
അരി ഒഴികെ പലചരക്ക് സാധനങ്ങളും ഒരു പച്ചക്കറി കിറ്റും കൊടുക്കാനായിട്ട് ദൈവം സഹായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കും വളരെ നിരാശയിലിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഈ തീരുമാനം എടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങളുടെ സ്കൂളിലെ കൊച്ചു സ്കൂൾ, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ PT ആയിരുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ ഒരു കിറ്റ് കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് ദൈവനാമത്തിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുവാനായിട്ട് നിന്നപ്പോൾ ഞങ്ങളുടെ കഷ്ടത ദൈവം കാണുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇന്നലെ ഞങ്ങൾക്ക് ചെയ്യുവാൻ, സഭയായിട്ട് ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. അതിന് പിമ്പിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവമാണ്. നമ്മുടെ കഷ്ടതകളിൽ നമ്മളെ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ പ്രാർത്ഥനയെ മറക്കാത്തവനാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഈ ദേശത്ത് വന്ന സമയത്ത് ഞാനിവിടെ 1-2 വട്ടം കടന്നു വന്നിട്ടുണ്ട്. ആ സമയങ്ങളൊക്കെ പല പ്രിയപ്പെട്ടവരും ദൈവദാസനും ഈ സഭയൊക്കെ എന്നെ ആത്മീയമായി സഹായിക്കുക മാത്രമല്ല ഭൗതികമായും നിങ്ങളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ സഭയ്ക്കും എൻ്റെ കുടുംബത്തിനൊക്കെ ഏറെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. എല്ലാത്തിനും നന്ദി പറയുന്നു. ഞാൻ എരുമേലിലാണ് താമസിക്കുന്നത്. നിങ്ങളൊക്കെ എരുമേലിലെ പ്രദേശങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളുടെ സഭയിലേക്ക്, ഞങ്ങളുടെ ദേശത്തിലേക്ക് സ്വാഗതമുണ്ട്. നിങ്ങളവിടെ ആ ഏരിയയിൽ എവിടെ വന്ന് ജോഷി പാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ആ കോളനിയിൽ ഒരു കൺവെൻഷൻ എല്ലാ വർഷവും നടത്തുന്ന ഒരു പാസ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. നിങ്ങളവിടെ കടന്നു വരുന്ന സമയങ്ങളിൽ ദൈവദാസനാണെങ്കിലും ദൈവസഭയിലുള്ള പ്രിയപ്പെട്ടവരാണെങ്കിലും ദൈവം അനുവദിച്ചാൽ നിങ്ങളെ ഞങ്ങളുടെ സഭയിലേക്കും ദേശത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ 15-ാം തീയതിയാണ് പോകുന്നത്. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത വ്യാഴാഴ്ച ആനുവൽ ലീവുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. നാട്ടിലായിരിക്കുന്ന സമയത്തും അവിടെ യാത്രകളിലൊക്കെയും ദൈവ സാന്നിധ്യവും അതൊരു ഫ്രൂട്ട്ഫുൾ ടൈം ആയിരിക്കാൻ ദൈവസഭയുടെ പ്രാർത്ഥന ചോദിക്കുന്നു. അവിടെ ആയിരിക്കുമ്പോഴും അതൊരു ദൈവത്തിൻ്റെ പർപ്പസിലും ദൈവത്തിൻ്റെ ഹിതത്തിലും ആ സമയങ്ങളായിരിക്കാനായിട്ട് ദൈവസഭയുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പറഞ്ഞ സാക്ഷ്യവാചകങ്ങൾ നാം കേട്ടല്ലോ. പ്രിയ പൈതൽ രൂത്ത് അവളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കടന്നു വരുവാനിടയായി. തുടർന്നുള്ള അവളുടെ ഭാവി കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടേണ്ടതിനായി അനുഗ്രഹിക്കപ്പെട്ട തുടർന്നുള്ള ഭാവി നന്മകളൊക്കെ അവളുടെ ജീവിതത്തെ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്ന് അവളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളൊക്കെ ദൈവം കേട്ട് തക്ക സമയത്ത് മറുപടി നൽകി അവളെ മാനിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ ജോതോസമച്ചാന് കുടുംബമായി 6 മാസത്തോളമായി ഏകദേശം 6 മാസം നാട്ടിലായിരിക്കാൻ ഇടയായി. ക്ഷമത്തോടെ കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് രാവിലെ സമയം ദൈവം അവസരം ഒരുക്കലോ കുടുംബമായി ദൈവം അവരെ സഹായിക്കേണ്ടതിനായി തലമുറകളൊക്കെ ആയിരിക്കും തങ്ങൾ ദൈവം അവരെ പരിപാലിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവിൻ ദാസൻ ജോഷി പാസ്റ്റർ പറഞ്ഞ സാക്ഷ്യം നാം കേട്ടല്ലോ. ദൈവം തന്നെയും തൻ്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും മാനിക്കേണ്ടതിന് അവിടെയുള്ള പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ മനോജ് ജോസ് ബ്രദർ പറഞ്ഞ സാക്ഷ്യം നാം കേട്ടു. കർത്താവ് താമസിച്ചാൽ അടുത്ത ആഴ്ച വെക്കേഷണൽ ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നു പോകുന്നു. തൻ്റെ യാത്ര ദൈവം കൂടുതൽ സഹായിക്കേണ്ടതിനായി കടന്നുപോയി ക്ഷേമത്തോടെ മടങ്ങി വന്ന് ഒരുമിച്ച് പിന്നെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിക്കണം. കുടുംബമായി ദൈവം തന്നെ സഹായിച്ച് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സാക്ഷ്യവാചകങ്ങൾ ഓർപ്പിച്ചില്ലെങ്കിലും വിധമായ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, ശാരീരമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെയൊക്കെ സഹായിക്കേണ്ടതിനായി വിടുവിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രതികാൽ നമ്മുടെ കേരളത്തിൽ ഈ ദിവസങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തം അനേകർ കഷ്ടതയിൽ കൂടെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം അവരെ സഹായിക്കേണ്ടതിൻ്റെ ദിവസങ്ങളിൽ അതിനൊക്കെ ഒരു പരിഹാരം വരുത്തേണ്ടതിനായി സ്തോത്രം. കാലാവസ്ഥ ദൈവം ഈ ദിവസങ്ങൾ നിയന്ത്രിച്ച് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി ദുരിതത്തിലായിരിക്കുന്ന കഷ്ടതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് അനേക ആരാധനാലയങ്ങൾ, അനേക കുടുംബങ്ങൾ, വിശ്വാസ കുടുംബങ്ങളൊക്കെ പ്രതികാൽ ഈ ദുരിതത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. വെള്ളപ്പൊക്കത്താൽ ഭാരത്തിലായിരിക്കുന്ന ദൈവരൊക്കെ സഹായിക്കേണ്ടതിനായി പ്രതികാൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം സ്തോത്രം. ദൈവസഭ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട, എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പലവിധമായ ക്ലേശത്തിൽ കൂടെ കടന്നു പോകുന്നു. രോഗികളായി പ്രയാസങ്ങൾ ഭാരം കൂടെ കടന്നു പോകുന്നു. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം.
അതുപോലെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. മറ്റു ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ആശുപത്രിയിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരൊക്കെ സഹായിക്കേണ്ടതിനായി, ദൈവത്തോടെ പ്രാർത്ഥന വിടിവിക്കേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മെ തന്നെ സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ നല്ല പ്രഭാവത്തിനായ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുന്ന കർത്താവേ, ഓരോ വിശുദ്ധ ആരാധനയുടെ ബന്ധത്തിന് കടന്നു വന്ന ദൈവത്തെ പാടി ആരാധിക്കുവാൻ കർത്താവേ നീ അവിടുന്ന് സഹായിച്ചതിനായ ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങൾ ഓരോരുത്തരുമായിരുന്ന സാഹചര്യങ്ങളിൽ കർത്താവേ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചല്ലോ, ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. അവിടുത്തെ നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഈ രാവിലെ സമയം വീണ്ടും അടിയെ ഞങ്ങളെ ഒരു വാശിയോടെ ദൈവമേ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യവാചകങ്ങൾ കൂടി കർത്താവെ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതൽ കർത്താവെ ഹല്ലേലൂയ നഴ്സിംഗൊക്കെയും കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ പിന്നെയും പൈതലിനെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. മുന്നോട്ടുള്ള ഓരോ ജീവിതയാത്രയിലും കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണമേ. തക്ക സമയത്ത് വീണ്ടും ശ്രേഷ്ഠമായ വഴികൾ വാതിലുകൾ തുറന്ന് സഹായിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാതാപിതാക്കളോടൊക്കെ ഈ ദിവസങ്ങളിലായിരിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശേഷാജോ മത്യുച്ചാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില ദിവസങ്ങൾ കർത്താവെ നാട്ടിലായിരിക്കാനിടയായി ആയിരുന്ന സാഹചര്യങ്ങളൊക്കെ ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തല്ലോ. സമാധാനത്തോടെ കടന്നു വന്ന് കർത്താവ് വീണ്ടും ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ നീ അവിടുന്ന് സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, പൈതങ്ങളൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നീ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നല്ല ഭാവി കൊടുത്ത് അവിടുന്ന് മാനിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം ഞങ്ങളുടെ മധ്യ കർത്താവെ സാക്ഷ്യം പറഞ്ഞ ദൈവദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത്ഭുതമാർന്ന വഴികളെ വാതിലുകളെ തുറന്ന് നിന്റെ ദാസനെ അവിടുന്ന് മാനിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. നിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. പിന്നെ അവിടുന്ന് ശ്രേഷ്ഠവും അഗോചരമായ വഴികളെ വാതിലുകളെ തുറന്ന് മാനിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ മഴയുടെ കെടുതി മൂലം കർത്താവെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് സഹായിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രകൃതിയുടെ മേലധികാരമുള്ളവനെ നിന്റെ കരങ്ങളിലേക്ക് വിഷയത്തെ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടുത്ത ദിവസം നാട്ടിൽ കടന്നു വന്ന മനോജബദനുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിരദാസന്റെ യാത്ര നീ പരിപാലിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപയും പരിപാലനം ഉണ്ടാവുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ അവധിക്കാലം കഴിഞ്ഞ് സമാധാനത്തോടെ കടന്നു വന്ന് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ നീ സഹായിക്കുമാറാകണമേ. ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ പൽക്കാലം ദിവസങ്ങളിൽ കടന്നു വന്ന ഓരോ കുടുംബങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസേനയിലേക്ക് പകരുന്ന കർത്താവെ, ഹൃദയത്തിൻ്റെ വേദന അറിയുന്നവനായ കർത്താവെ, ഓരോ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ നീ പ്രവർത്തിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, ഹോസ്പിറ്റലായിരിക്കുന്നവരുണ്ട് കർത്താവെ, സർജറി കഴിഞ്ഞ് കർത്താവ് വിശ്രമിക്കുന്നവരുണ്ട് കർത്താവെ, എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നല്ല വൈദ്യനായ ദൈവമാകിയാൽ സ്തോത്രം കർത്താവെ, സകല രോഗങ്ങൾക്കും മതിയായ ദൈവമാകിയാൽ കർത്താവിൽ ആവശ്യത്തിന്മേലും ദൈവം പ്രവർത്തിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയായ എല്ലാവരെയും ദൈവരുക്കൾ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള കർത്താവെ മീറ്റിംഗ് ശുശ്രൂഷയും അനുഗ്രഹിക്കണമേ. തിരുമേശയുണ്ടല്ലോ കർത്താവെ, നീ അവിടുന്ന് അനുഗ്രഹിച്ചുമാറാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ ഞങ്ങൾക്ക് ഭാഗവാക്കാവുവാൻ കർത്താവെ നീ സഹായിക്കുമാറാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ വിഷയം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന യാചനം കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് പിന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വിവിധ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം അവസരം നൽകി. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ ദൈവം നമ്മെ കേൾപ്പിച്ചതോർത്ത് സ്തോത്രം. ചില മാസങ്ങൾക്ക് ശേഷം പ്രിയ ജോതോംസാനും കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കല്ലോ. പ്രിയ പൈതൽ രോഗത്ത് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം അവസരം ഒരുക്കി. ദൈവം പ്രിയപ്പെട്ടവരൊക്കെ സഹായിക്കട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ സാക്ഷ്യം നാം കേട്ടു. കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭത്തിൻ്റെതായ അനുഭവത്തിൽ അനേകർ കഷ്ടത്തിലും പ്രയാസത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. ദൈവരെല്ലാം സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യട്ടെ എന്നും ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം കടന്നു യാത്രയാകും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം പരിപാലിക്കട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ഞങ്ങളുടെ പ്രിയ മാതാവ് നാട്ടിലേക്ക് കടന്നുപോയി. യാത്രയെല്ലാം ദൈവം കൂടുതൽ സഹായിച്ചു. ക്ഷേമത്തോടെ ഭവനിൽ എത്തിച്ചേർന്നു. കടന്നു പോകുന്ന മുമ്പ് ശാരീരികമായി അല്പം പ്രയാസം പ്രിയ മാതാവ് അനുഭവിച്ചു. ആശുപത്രിയിൽ കടന്നു പോകേണ്ട ഒക്കെ അവസ്ഥ കടന്നു വന്നുവെങ്കിലും ക്ഷേമത്തോടെ ഭവനത്തിൽ ദൈവം കൊണ്ടെത്തിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായി ക്ഷേമത്തോടെ അവിടെ എത്തിച്ചേരിടയായി. തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കട്ടെ.
സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനം നമുക്കൊരു ഭാഗം വായിക്കാം. ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കാം. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും. യഹോവ നിനക്ക് വേണ്ടി ഒരു ഗൃഹം പണിയുമെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു. ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. ദാവീദ് തൻ്റെ ആലയം, ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ ആഗ്രഹിച്ചപ്പോൾ യഹോവയായ ദൈവം പ്രവാചകനായ നാഥാനെ വിട്ടിട്ട് ദാവീദിനോട് സംസാരിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ട ഭാഗം. ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടി, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും നിനക്ക് കീഴടക്കിത്തരും. യഹോവ ഒരു ഭവനം നിനക്ക് വേണ്ടി പണിയും, ഞാനിത് നിന്നോട് അറിയിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ താല്പര്യമായിരുന്നു ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുക എന്നുള്ളത്. കാരണം തന്നെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പെട്ടകം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ ഒരു കൂടാരത്തിനകത്ത് വെച്ചിരിക്കുക. ആ കൂടാരത്തിനകത്ത് അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ഉള്ളിൽ വന്ന ചിന്ത ഇതാണ്: ദൈവത്തിൻ്റെ ആലയം ഇവിടെ ദൈവത്തിൻ്റെ പെട്ടകം ഇങ്ങനൊരവസ്ഥയിലല്ല ഇരിക്കേണ്ടത്. ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കേണ്ടത് മാന്യമായ നിലയിൽ, അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ആലയത്തിലാണ് ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഒരു സാധാരണ നിലയിൽ സാധാരണ ഒരു സംരക്ഷണം ഒരുക്കി ഒരു കൂടാരത്തിനകത്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തനിക്കത് ഹൃദയത്തിൽ വേദനയായി തീരുടയായി. ഇങ്ങനെയല്ല ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കേണ്ടത്. ഞാനിപ്പോൾ പാർക്കുന്നത് ദന്തമന്ദിരത്തിലാണ്. ഏറ്റവും വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ കൊണ്ട്, വിലപിടിപ്പുള്ള ലോഹങ്ങൾ കൊണ്ട്, വിലപിടിപ്പുള്ള തടികൾ കൊണ്ടും ഒക്കെ പണിത് വളരെ സുഖലോലുപമായി വസിക്കത്തക്കവണ്ണമുള്ള അനുഭവത്തിൽ പണിത് അതിൽ ഞാൻ പാർക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഞാൻ, ആരും ശ്രദ്ധിക്കാതിരുന്ന, ആരും അംഗീകരിക്കാതിരുന്ന, അപ്പനും അമ്മയും സഹോദരനൊക്കെ മറന്നുപോയിരുന്ന എന്നെ ഓർത്ത് ഈ അനുഭവത്തിലേക്ക്, ഇത്രയും മാന്യമായ അനുഭവത്തിലേക്ക് ഇസ്രായേലിന്റെ രാജാവാക്കി തീർത്ത വലിയവനായ എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കേണ്ടത് ഈ അവസ്ഥയിലല്ല. ഞാൻ ദന്തമന്ദിരങ്ങളിൽ പാർക്കുന്നു. ദൈവത്തിൻ്റെ പെട്ടകം കൂടാരത്തിനകത്തിരിക്കുന്നു. സ്തോത്രം. അത് തന്നെ വളരെ വേദനിപ്പിക്കുവാനിടയായി, ഭാരപ്പെടുത്തുവാനിടയായി. താൻ എടുത്തൊരു തീരുമാനമുണ്ട്: ഇനി യഹോവയ്ക്കൊരാലയം ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, എൻ്റെ കട്ടിലിൽ ഞാൻ കിടക്കയില്ല. ഒരു കഠിനമായ തീരുമാനമൊക്കെ അങ്ങ് എടുത്തു. നമ്മൾ ചില സന്ദർഭം ഇങ്ങനെ കഠിനമായ ചില തീരുമാനങ്ങൾ എടുക്കുമല്ലേ. മുഴുത്ത മാനസാന്തരം 3 മാസം എന്ന് പറഞ്ഞതുപോലെ ആ തീരുമാനമെടുത്ത് അധികം മുൻപോട്ട് പോകാതെ തന്നെ ആ തീരുമാനങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകും, ഇല്ലേ? ആ തീരുമാനങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകും. ഈ പറഞ്ഞതല്ലാതെ ഉണ്ട്. നമ്മൾ പറയുന്നത് പോലെ ഈ ബ്രോക്കർമാർ പറയുന്ന പോലെ ഈ പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാക്കേ ഉള്ളൂ, ആ വാക്കുകൊണ്ട് തൃപ്തിപ്പെട്ടോണം, ഇതിനപ്പുറത്തോട്ട് വേറെ ഒന്നും ഇല്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതുപോലെ നമ്മുടെ തീരുമാനങ്ങളും ഈ പറഞ്ഞതേ ഉള്ളൂ, ഈ പറഞ്ഞത് ചില കാലത്തേക്ക് ഓർക്കും, അത് കഴിയുമ്പോൾ ഞങ്ങൾ മറന്നു പോകും.
പക്ഷെ ദാവീദ് അതല്ലായിരുന്നു. ദാവീദ് കഠിനമായൊരു തീരുമാനമെടുത്തു. എന്താ? ഞാനിനി എൻ്റെ കൂടാര വീട്ടിൽ കിടക്കണമെങ്കിൽ, എൻ്റെ കട്ടിലിൽ ഞാൻ കയറി കിടക്കണമെങ്കിൽ എൻ്റെ ദൈവത്തിനൊരാലയം പണിയും. പക്ഷേ ദൈവം പറഞ്ഞു, നോ, ഞാൻ നിനക്ക് വേണ്ടി ആലയം പണിയും. നിനക്ക് വേണ്ടി ആലയം പണിയും. ഞാൻ എൻ്റെ ആലയം പണിയും. അതിന് ഞാൻ ആളിനെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അവനെ കൊണ്ട് ഞാൻ പണിയിപ്പിക്കും. അടുത്തത്, നിനക്ക് വേണ്ടി ഞാൻ ആലയം പണിയും എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തെ ഞാൻ പണിയും, നിന്റെ ഗൃഹത്തെ ഞാൻ പണിയും. ഇന്ന് രാവിലെ സമയം ഇവിടെ കടന്നു വന്നിരിക്കുക ദൈവമക്കളെ, നമ്മുടെ ഗൃഹത്തെ ദൈവം പണിയും. ദൈവം നമ്മുടെ ഉള്ളിൽ ചില പണി നടത്തും. ദൈവം നമുക്ക് വേണ്ടി ചില പണികൾ നടത്തും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അതെ, എനിക്ക് വേണ്ടി പണി നടത്തുന്ന, എനിക്ക് വേണ്ടി പണി നടത്തുന്ന, എൻ്റെ കുടുംബത്തിന് വേണ്ടി പണിയുന്ന, അല്ലെങ്കിൽ ഞാൻ രാവും പകലും അധ്വാനിച്ചിട്ടും രാത്രിയും പകലുമില്ലാതെ ഞാൻ അധ്വാനിച്ചിട്ടും എനിക്ക് നേടുവാൻ കഴിയാത്തത്, എനിക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നേടിത്തരുമെന്ന്, എനിക്ക് വേണ്ടി അത് ചെയ്തു തരുമെന്ന് ഇന്ന് രാവിലെ സമയത്ത് വരെ വിശ്വസിക്കുന്നു. അക്കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദാവീദേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നല്ലത് തന്നെയാണ്. എൻ്റെ പെട്ടകം ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. ദൈവത്തിന്റെ പെട്ടകം ഇരുന്ന വിവിധ സ്ഥലങ്ങളെ കുറിച്ച് ദൈവത്തിന് അതിൽ വായിക്കുന്നു. ദൈവത്തിന്റെ പെട്ടകം ഇരുന്ന ആലയത്തിൽ നിന്ന് ശത്രുക്കൾ ആലയം തകർക്കുകയും അല്ലെങ്കിൽ പെട്ടകം പിടിച്ചെടുക്കുകയും, ആ സ്തോത്രം മാത്രമല്ല, യുദ്ധത്തിന് കടന്നുപോയ സന്ദർഭത്ത് പെട്ടകം പിടിച്ചുകൊണ്ട് പോവുകയും അവരുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വെക്കുകയും, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന വഴികളൊക്കെ നമുക്കറിയാം, വിധങ്ങളൊക്കെ നമുക്കറിയാം. ദാവീദിനെ കുറിച്ച്, വനാന്തരങ്ങൾ ഞാൻ അതിനെ കണ്ടെത്തി. സ്തോത്രം. അതായിരിക്കാൻ അർഹതയില്ലാത്തെന്ന് പറഞ്ഞാൽ അത് ഇരിക്കേണ്ട സ്ഥാനത്തല്ലതിരുന്നത്. സ്തോത്രം. അവിടെ ഇവിടെ ഇരിക്കാനല്ല ദൈവത്തിന്റെ പെട്ടകം. ദൈവത്തിന്റെ പെട്ടകം ഇരിക്കേണ്ടതിന് സ്ഥാനമുണ്ട്. അവിടേക്ക് ഞാൻ അതിനെ കൊണ്ടുവരും. സ്തോത്രം. ഹല്ലേലൂയ. അവിടേക്ക് ഞാൻ അതിനെ കൊണ്ടുവന്ന് അതിന് വെക്കേണ്ട സ്ഥാനത്ത് ഞാൻ വെക്കും. ദൈവത്തോടുള്ള ആ സ്നേഹം, അതിനുവേണ്ടി എത്ര ത്യാഗം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. സ്തോത്രം. ഇവിടെ ഇവിടെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുവച്ചു. ചിലയിടത്തൊക്കെ അത് അനുഗ്രഹമായി, ചിലയിടത്തൊക്കെ അതുപോലൊക്കെ ഇരുന്നുപോയി. ദൈവത്തിൻ്റെ പെട്ടകത്തെ നീ കൈകാര്യം ചെയ്യുന്നതനുസരിച്ചിരിക്കും ദൈവം നിന്നെ കൈകാര്യം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പെട്ടകത്തോടുള്ള ബഹുമാനം എങ്ങനെയായിരിക്കും അതനുസരിച്ച് ദൈവം നിന്നെ ബഹുമാനിക്കുന്നത്. ദൈവത്തിൻ്റെ പെട്ടകത്തെ എങ്ങനെ ആദരിക്കും അതനുസരിച്ചായിരിക്കും ദൈവം നിന്നെ ആദരിക്കുന്നത്. ദൈവത്തിൻ്റെ പെട്ടകത്തെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു അതനുസരിച്ചായിരിക്കും നീ ശുശ്രൂഷ അനുഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ സമയം ഓർപ്പിക്കട്ടെ, ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാടും ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധിയും നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ അർഹതയില്ലാത്ത നന്മകൾ, ചോദിക്കാത്ത നന്മകൾ, നിനക്കാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. അങ്ങനെ യെരൂശലേമിലേക്ക് പെട്ടകം കൊണ്ടുവന്ന വിധങ്ങളൊക്കെ നമുക്കറിയാം. യെരൂശലേമിലേക്ക് പെട്ടകം കൊണ്ടുവന്നെങ്കിലും അതിനെ ആലയത്തിൽ വയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. ആലയമില്ല, ആലയം തകർക്കപ്പെട്ടു. സ്തോത്രം. ദാവീദ് പറയുക, ഞാനൊരാലയം പണിയും. 12-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ കഴിയുന്ന വാക്യം വായിച്ച, ദാവീദ് തൻ്റെ അരമനയിൽ വസിച്ചിരിക്കും കാലത്ത് പ്രവാചകനോട് താൻ പറയുക, നാഥാൻ പ്രവാചകൻ, ആസ്ഥാന പ്രവാചകനാണ്. പ്രവാചകനോട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുക, ദേവദാരു കൊണ്ടുള്ള ഏറ്റവും മേത്തരമായ ആ വൃക്ഷം കൊണ്ട്, മരം കൊണ്ട് പണിത അരമനയിൽ ഞാൻ വസിക്കുന്നു. യഹോവയുടെ നിയമപ്പെട്ടകമോ തിരശീലകൾക്ക് കീഴേ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും മനോഹരമായ ഭവനത്തിലാണ് വസിക്കുന്നത്. പക്ഷേ 2 തുണിക്കണ്ടം പിടിച്ചു കെട്ടിയ ഒരു തിരശീലയ്ക്കകത്ത് ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്നു.
ആ, ഇത് കേട്ട ഉടനെ നാഥാന് തോന്നിയത് നല്ല കാര്യമാണ് അല്ലേ? നല്ല കാര്യം, നീ പറഞ്ഞ കാര്യം നല്ലതാണ്, നിന്റെ താല്പര്യം പോലൊക്കെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു കാര്യവും ദാവീദ് ചെയ്തിട്ടില്ല. ദൈവം പറഞ്ഞിട്ടുള്ളതല്ലാതെ താൻ ചെയ്യുവാൻ താല്പര്യപ്പെട്ടിട്ടുമില്ല. ചില പ്രത്യേക സാഹചര്യം തൻ്റെ ജീവിതത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചുവെങ്കിലും താൻ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് ഓരോ കാര്യങ്ങളും താൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നാഥാൻ പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ താല്പര്യം ആലയം പണിയല്ലേ, നല്ല കാര്യമല്ലേ? ആരെങ്കിലും അതിനെ തടസ്സപ്പെടുത്തുമോ? സ്തോത്രം. പ്രവാചകൻ തടസ്സപ്പെടുത്തുമോ? ഒരിക്കലുമില്ല. കേട്ടത്, തൻ്റെ ചെവി കൊണ്ട് താൻ കേട്ട ദാവീദ് പറഞ്ഞത് അതുപോലെ അതേ വാക്കുകൾ അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോൾ, ആ മാനുഷിക വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ മാനുഷികമായ ചിന്ത തൻ്റെ ഹൃദയത്തിൽ ഉടലെടുത്തിട്ട് പറയുകയാണ്, നീ പറഞ്ഞ കാര്യം നല്ല കാര്യമാണ്, നിന്റെ താല്പര്യം പോലൊക്കെ നീ ചെയ്താലും. അടുത്തത്, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന്. അടുത്തത്, അന്ന് രാത്രി നാഥാന്റെ ദൈവം ഇടപെട്ടു. നാഥാനെ നീ പറഞ്ഞെന്താ? അന്ന് രാത്രി ദൈവം ഇടപെട്ടു നാഥാനോട്. പ്രവാചകനോട് ഇടപെട്ടു. പ്രവാചകനാ, കാര്യമൊക്കെ ശരിയാ, പക്ഷേ പ്രവാചകനായ നീ മാനുഷികമായ ആലോചനയല്ല പറയേണ്ടത്, ദൈവത്തിൽ നിന്ന് ആലോചനയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ നിന്നോട് പറയാത്ത കാര്യം നീ പറഞ്ഞു, നീ അവനോട് പറ, നീ ചെയ്യേണ്ടെന്ന് അല്ലേ? നാഥാനോട് അന്ന് രാത്രി ദൈവം ഇടപെട്ടു. അടുത്തത്, എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീ അല്ല. എനിക്ക് വസിക്കേണ്ട ആലയം പണിയേണ്ടത് നീ അല്ല. മാനുഷികമായി ചിന്തിച്ചാൽ അതൊരു നല്ല കാര്യമല്ലേ? ദൈവത്തിന്റെ പെട്ടകം ഇരിക്കേണ്ടതാണോ ഇരിക്കുന്നത്? ഇപ്പോൾ ഒരു താൽക്കാലിക കൂടാരത്തിനകത്തല്ലേ അതിരിക്കുന്നത്? അതിന് വസിക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ അതിനെ കൊണ്ടിരുത്തണം, അല്ലെങ്കിൽ കൊണ്ട് വയ്ക്കണം. അല്ലാതെ ഇങ്ങനെയല്ല കിടക്കുക. പക്ഷെ മാനുഷികമായ ആലോചന പ്രകാരമല്ല കാര്യങ്ങൾ നടക്കേണ്ടത്, ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ്. ഇന്ന് രാവിലെ സമയം എനിക്ക് ദൈവമക്കളെ, മാനുഷികമായ ചിന്തകൾക്കനുസരിച്ചല്ല നാം പ്രവർത്തിക്കേണ്ടത്, മാനുഷികമായ ആലോചനക്കനുസരിച്ചല്ല നാം പ്രവർത്തിക്കേണ്ടത്. ഒരുപക്ഷെ പ്രവാചകനായിരിക്കാൻ പറഞ്ഞത്, ഒരുപക്ഷെ പുരോഹിതനായിരിക്കാൻ പറഞ്ഞത്, പക്ഷെ അത് ദൈവത്തിന്റെ ആലോചന തന്നെയോ എന്ന് നാം ഒന്ന് ശോധന ചെയ്യണം. ഇന്നത്തെ ആലോചനകളും ഇന്നത്തെ വാക്കുകളൊക്കെ, പ്രവചനങ്ങളൊക്കെ പലതും ദൈവികമല്ല, മാനുഷികമായ ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന ആലോചനകളാണ്. സ്തോത്രം. നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലഘട്ടത്തെ പ്രവചനങ്ങളൊക്കെ പ്രവാചകന്മാരെന്ന് പേര് കേട്ട മറ്റുള്ളവർ പറയുന്ന പഴയകാലത്തെ പ്രവാചകന്മാരല്ലേ? അവരെ ഞാൻ ഓർക്കുന്നു, അവരെ ഞാൻ ആദരിക്കുന്നു. ഇന്നത്തെ ആ പ്രവചനത്തെക്കുറിച്ചൊക്കെ പ്രവാചക സ്കൂളൊക്കെ ഉണ്ട്, പ്രവചനമൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. പ്രവചനം മാനുഷികമായി പഠിക്കേണ്ടതല്ല, പ്രവചനം ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. മാനുഷികമായി പഠിക്കുന്ന പ്രവചനങ്ങളൊക്കെ അത് മാനുഷികമായി തന്നെ നിലനിൽക്കുക, അല്പസമയത്തെ ആയുസുള്ളതിന്. മാനുഷികമായി കേൾക്കുന്ന ആലോചന കേൾക്കാനല്ല നാം തയ്യാറാകേണ്ടത്. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ, ദൈവം എന്ത് സംസാരിക്കുന്നു അത് കേൾക്കാൻ നാം തയ്യാറാണ്. അതിനാ പറയുന്നത്, നീ ശ്രദ്ധിക്കണം. ആരെ? ദൈവത്തെ ശ്രദ്ധിക്കണം. നിന്റെ ചെവി ചായ്ക്കണം. ആർക്ക്? നിന്റെ യജമാന് യഹോവയെ ദൈവത്തിന് നീ ചെവി ചായ്ക്കണം. സ്തോത്രം. നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. അടുത്തത്, ഇവിടെ വന്ന സമയം വരെ ഞാൻ വസിച്ചത് എവിടാ? കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്ക്. ഇത്രയും നാൾ കൂടാരത്തിൽ വസിച്ചോണ്ടിരുന്നത്. ഭവനങ്ങളിൽ നിന്ന് ഭവനങ്ങളിലേക്ക് സഞ്ചരിച്ചു. അടുത്തത്, ഞാൻ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ട് ആലയം പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ?
ആ ആ ഉം. 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 ആ നീ എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ മേയ്ക്കുമ്പോൾ തന്നെ, ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു. ആടുകളെ മേയ്ക്കുന്ന ഉദ്യോഗത്തിൽ നിന്ന് വിളിച്ചു വരുത്തി. സ്തോത്രം. ആടുകളെ മേയിച്ചുകൊണ്ട് ആട്ടിടയനാണോ രാജാവാകേണ്ടത്? പക്ഷേ മാനുഷികമായ ചില ചിന്തകൾക്കപ്പുറമാ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. മാനുഷികമായ ചില പ്രവർത്തികൾക്കപ്പുറമാ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ലോകപ്രകാരം നോക്കിയാൽ ഒരാട്ടിടയനല്ല രാജാവാകേണ്ടത്, അതിനുവേണ്ടി പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ടവനാകണം. പക്ഷേ ദൈവം എന്താ ചെയ്തത്? അങ്ങനെയുള്ളവരൊക്കെ, യോഗ്യതയുള്ളവരൊക്കെ അയോഗ്യരായി തീർന്നപ്പോൾ, യോഗ്യന്മാരെന്ന് പറഞ്ഞ് പലരും അയോഗ്യരായി തീർന്നപ്പോൾ, അഭ്യാസം പഠിച്ച മുഴുവൻ ആളുകളും അയോഗ്യരായി തീർന്നപ്പോൾ, പട്ടാളത്തിലുള്ളവർ അയോഗ്യരായി തീർന്നപ്പോൾ, ശ്രേഷ്ഠതയുള്ളവർ അയോഗ്യന്മാരായി തീർന്നപ്പോൾ, പോക്കവും വണ്ണവും അല്ലെങ്കിൽ കഴിവും പ്രാപ്തിയുള്ളവരൊക്കെ അയോഗ്യരായി തീർന്നപ്പോൾ, ഒരു യോഗ്യതയും പറയാനില്ലാത്ത, മാനുഷികമായി നോക്കുമ്പോൾ ഒരു യോഗ്യതയും ഇല്ലാത്ത ദാവീദേ, നിന്നെ തെരഞ്ഞെടുത്ത് ആടുകളെ നോക്കുന്ന ഉദ്യോഗത്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന് ഈ സ്ഥാനത്തേക്ക് ഞാൻ ഇരുത്തി. ഇന്ന് നാം ഇരിക്കുന്ന സ്ഥാനം നമ്മൾക്ക് ഒരർത്ഥത്തിൽ ഇരിപ്പാൻ യോഗ്യതയുള്ള സ്ഥാനമാണോ? ഇന്ന് നാം ചെയ്യുന്ന ജോലി, അല്ലെ മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ബഹുമാനം സ്വീകരിപ്പാൻ നമ്മൾ യോഗ്യരായിരുന്നോ? അതിനുള്ള കഴിവോ പ്രാപ്തിയോ നമുക്കുണ്ടായിരുന്നോ? അതിനുള്ള അർഹത നമുക്കുണ്ടായിരുന്നോ? ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അല്ലല്ലേ, അങ്ങനെയുള്ള സ്ഥാനത്ത് നിന്ന് നമ്മളെ യോഗ്യരാക്കി, ബഹുമാനത്തിന് യോഗ്യരാക്കി, ആദരവിന് യോഗ്യരാക്കി, അല്ല സ്ഥാനമാനങ്ങൾ നൽകി, ശ്രേഷ്ഠത നൽകി, അല്ലെ ജ്ഞാനം നൽകി, ബുദ്ധി നൽകി, എല്ലാം നൽകി ഈ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിന്നെ മാനിച്ച ദൈവത്തെ മാനിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ആടുകളുടെ ഭാഷയല്ലാതെ മറ്റെന്തെങ്കിലും ദാവീദിന് അറിയാമായിരുന്നു? സ്തോത്രം എന്ന് പറഞ്ഞാൽ അവന്റെ സഹവാസം മുഴുവൻ ആടുകളോടുകൂടെ ആയിരുന്നു. ആടുകളുടെ അടിയും സ്തോത്ര ഇടിയും തൊഴിയും ഒക്കെ കണ്ടുകൊണ്ട് നടന്ന. പക്ഷേ അല്ലയോ, ദൈവം നോക്കിയത് അവന്റെ കഴിവും പ്രാപ്തിയുമല്ല, പക്ഷെ ദൈവം അവന്റെ ഉള്ളിൽ ഒന്ന് നോക്കി ദൈവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന, അല്ല ദൈവമായിട്ട് ബന്ധം പുലർത്തുവാൻ താല്പര്യപ്പെടുന്ന ഒരു മനസ്സിനുടമയായിരുന്നു ദാവീദ്. സ്തോത്രം. അതായിരുന്നു ദൈവത്തിന് ആവശ്യം. ആ ദാവീദിനോട് ദൈവം പറയുക, സമയം പോയി, ഞാൻ വേഗത്തിൽ നിർത്താം. സ്തോത്രം. ഹല്ലേലൂയ. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ, ദാവീദിനോട് പറയുക, നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്നു. നിന്റെ സകല ശത്രുക്കളെ നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞു. ഭൂമിയുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം നിനക്കുണ്ടാകും. സ്തോത്രം. നീ സഞ്ചരിച്ച വഴികളിൽ, നാം സഞ്ചരിച്ച വഴികളിൽ ദൈവം നമ്മോട് കൂടിയിരുന്നു. അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരുവാൻ അനുവദിച്ചില്ല. മഹാന്മാരോടുകൂടെ ഇരുത്തിയില്ലേ? ശ്രേഷ്ഠന്മാരോടുകൂടെ ഇരുത്തിയില്ലേ? ഹല്ലേലൂയ. മാന്യത നമുക്ക് നൽകിയില്ലേ? ഹല്ലേലൂയ. സ്തോത്രം. ബഹുമാനം നമുക്ക് നൽകിയില്ലേ? ആ ദൈവത്തെ നമ്മൾ എങ്ങനെയാ ബഹുമാനിക്കുന്നത്? ആ ദൈവത്തെ നമ്മൾ എങ്ങനെ ആദരിക്കുന്നു? ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാം. സ്തോത്രം. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും കീഴടക്കും. യഹോവ നിനക്കൊരു ഭവനം പണിയും. അവന് വീട് പണിയുമെന്നല്ല, ഞാൻ നിന്റെ കുടുംബത്തെ പണിതെടുക്കും. സ്തോത്രം. ദാവീദ് പണിയാൻ ആഗ്രഹിച്ച ദൈവത്തിൻ്റെ ആലയമാ. പക്ഷേ ദൈവം തന്നോട് പറയുന്നത്, ഞാൻ നിന്റെ കുടുംബത്തെ പണിയുമെന്ന്, നിനക്ക് വേണ്ടി ഞാൻ കുടുംബം പണിയുമെന്ന്. ഇന്ന് രാവിലെ സമയം ഓർപ്പിക്കട്ടെ, ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന, ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അറിയുന്ന ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ ചില പണികാര്യങ്ങൾ നടത്തുമെന്ന്. എനിക്ക് വേണ്ടി പണിയുവാനായിരുന്നു താല്പര്യം, പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നു, സ്വീകരിക്കുന്നു. പക്ഷേ നീ ചിന്തിക്കുന്ന പോലെ ആലയം എനിക്ക് വേണ്ടി നീ പണിയണ്ട. സ്തോത്രം. അത് പണിയേണ്ടവൻ പണിയും. പക്ഷേ നിന്റെ ആഗ്രഹം പോലെ ദൈവത്തിന് വേണ്ടി ആലയം നിനക്ക് പണിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ചില പണി നടത്തും.
നിന്റെ പേര് ഞാൻ വലുതാക്കും. താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ നിന്റെ പേര് വലുതാക്കും, നിന്റെ കുടുംബം ഞാൻ നിലനിർത്തും, നിന്റെ സിംഹാസനത്തെ ഞാൻ നിലനിർത്തും. സ്തോത്രം. ദാവീദിനുള്ളതുപോലെ ഒരു പേരും മഹിമയും ഈ ലോകത്തിൽ മറ്റാർക്കുണ്ട്? എത്രയോ രാജാക്കന്മാർ കടന്നു വന്നു പോയി, എത്ര ഉന്നതന്മാർ കടന്നു വന്നു പോയി, പക്ഷെ പലരുടെ പേരിന്ന് ഭൂമിയിൽ ഓർക്കുന്നില്ല, മറന്നു കളഞ്ഞു. പക്ഷേ ദൈവത്തിനു വേണ്ടി ആലയം പണിയുവാൻ താല്പര്യപ്പെട്ട, ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ ഹൃദയമറിഞ്ഞ ദാവീദിനെ ദൈവം നിലനിർത്തി. അവന്റെ പേര് ഇന്ന് നിലനിൽപ്പുണ്ട്. അവന്റെ പേര് മായ്ച്ചു കളഞ്ഞിട്ടില്ല. സ്തോത്രം. അവന്റെ സിംഹാസനത്തെ മാറ്റി കളഞ്ഞിട്ടില്ല. നാം ശ്രദ്ധിക്കണം, അതിനെ ശ്രദ്ധിക്കണം. അല്ല, യേശു ക്രിസ്തു രാജാതി രാജാവായി വെളിപ്പെടും. സ്തോത്രം. ദൈവത്തിന്റെ സിംഹാസനം അവനെന്തേക്കും സ്ഥാപിക്കും. ഇന്ന് രാവിലെ സമയം ഓർപ്പിക്കട്ടെ, നീ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട തയ്യാറായാൽ, വിശ്വസ്തയോടെ നിലകൊള്ളാൻ തയ്യാറായാൽ, നിന്റെ ശരീരത്തെ അവൻ പണിയും, നിന്റെ കുടുംബത്തെ അവൻ പണിയും, നിന്റെ തലമുറയെ അവൻ പണിയും. നിനക്ക് വേണ്ടുന്നതെല്ലാം അവൻ തരും. നിന്നെ കൈവിടത്തില്ല കേട്ടോ, നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്യാമോ? സ്തോത്രം. ദൈവത്തിന് വേണ്ടി ആലയം പണിയണമെന്ന് ആഗ്രഹിച്ച ദാവീദിനോട് ദൈവം പറയാ, ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയാ, ഞാൻ നിനക്ക് വേണ്ടി ഒരു വീട് പണിയുമെന്ന്. ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ മറന്നു കളയാതെ നിനക്ക് വേണ്ടി അവൻ പണി നടത്തും. നിന്റെ ഇടിവുകളെ നികത്തും, നിന്നെ പുതുക്കി പണിയും, നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും, നിന്നെ മാനിച്ചുയർത്തും. ആ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ തലകളെ വണക്കാമല്ലോ. സ്തോത്രം. കർത്താവിന്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ മേശയിൽ സംബന്ധിപ്പാൻ നമ്മൾ ഒരുക്കപ്പെട്ടവരാണോ? യോഗ്യതയുള്ളവരാണോ? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിലും വേർപാടിലും നമുക്ക് ജീവിപ്പാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ മേശമേൽ കൈ നീട്ടുവാൻ നമുക്ക് അർഹതയുണ്ട്. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഈ മേശമേൽ കൈ നീട്ടുവാൻ നമുക്ക് അർഹതയുണ്ട്.